ഒരു ആർക്കിടെക്റ്റിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മളിപ്പോ ഒരു ഡോക്ടർ ഡ്യൂട്ടി എന്താണ്, നമ്മളെ ഹെൽത്ത് എങ്ങനെ പ്രോപ്പറായിട്ട് പോകണം. നമുക്ക് പനി പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്ത് കൺസൾട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് പനി വന്നതിന് ശേഷമാണ് പോകുന്നത്. നമുക്കൊരു ആർക്കിടെക്റ്റിനെ നമ്മൾ ഇനീഷ്യലി കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അസുഖം വരാതെ അല്ലെങ്കിൽ ക്ലയന്റ് എങ്ങനെ ഹാപ്പി ആവും, ഇപ്പൊ അവർക്ക് ഫിനാൻഷ്യലി എന്തൊക്കെ നോക്കണം, അതിന്റെ ഒരു പ്രോപ്പർ ഗൈഡില് അല്ലെങ്കിൽ ഒരു ഇതിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാം. ഇപ്പൊ പ്രവാസി അല്ലെങ്കിൽ ഇപ്പൊ ആരാണെന്നുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ പ്രവാസിയെ എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അവര് ആ ഒരു ടെൻഷൻ കറക്റ്റ് ആയിട്ട് അനുഭവിക്കുന്ന ആളുകളാവും. മെയിൻ കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് വർക്ക് കൊടുക്കുക, ഡിസൈൻ നമ്മൾ ചെയ്തു, അപ്പൊ ഡിസൈൻ ചെയ്ത് അത് പ്രോപ്പർ ആയിട്ട് അവിടെ മാനേജ് ചെയ്യാൻ കഴിയോ, അപ്പൊ അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടാവും. നമുക്കിപ്പോൾ നമ്മൾ റീസെന്റ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട്. അതുപോലെ കഴിഞ്ഞൊരു പ്രോജക്റ്റ് ഒക്കെ നമ്മൾ ഈ മിഡിൽ ഈസ്റ്റ് ക്ലയൻസിന്റെ പ്രോജക്റ്റ് നമ്മൾ ചെയ്തപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയാണ് നാട്ടിൽ വന്നിട്ട് ആ ഒരു പ്രോജക്റ്റ് കാണുമ്പോൾ. അപ്പൊ അതാണ് നമ്മളൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത്. കാരണം അവരിവിടെ അല്ലാതെ നമ്മൾ ആ ഒരു പ്രോജക്റ്റ് അവർക്ക് വേണ്ടിയിട്ട് അത്രയും അവരെ മനസ്സറിഞ്ഞിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അതിൽ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ് ആ ഒരു കംപ്ലീഷന്റെ സമയത്ത്.